പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഉമാ തോമസ് വീണ് അപകടത്തിനിടയാക്കിയ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെ എന്ന് GCDA അധികൃതർ. സ്റ്റേജ് നിർമ്മാണത്തിന്റെ വിവരങ്ങൾ നൽകിയിരുന്നില്ല. ISL മത്സരങ്ങൾക്ക് സ്റ്റേജ് വിട്ടു നൽകുമ്പോൾ ഉണ്ടായിരുന്ന നിബന്ധനകൾ പ്രകാരമാണ് ഈ പരിപാടിക്കും സ്റ്റേഡിയം അനുവദിച്ചത്. സ്റ്റേജ് നിർമ്മിച്ച സംഘാടകർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് ഫയർഫോഴ്സും റിപ്പോർട്ട് നൽകി. സൈഫുനിസ അലിയാർ, നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ചെറുവീഴ്ചയല്ല, വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. GCDയുമായി ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ഗാലറി നിർമ്മിക്കാനോ ഇങ്ങനെയൊരു സ്റ്റേജ് നിർമ്മിക്കാനോ ഉള്ള അനുമതി GCDA നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് സംഘാടകർ മറുപടി പറയേണ്ടി വരും. ഫയർഫോഴ്സും ഇപ്പോൾ റിപ്പോർട്ട് നൽകിയെന്നറിയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സൈഫുനിസ അലിയാർ. അരുൺകുമാർ, ഉമാ തോമസിന് അപകടമുണ്ടാക്കിയ സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. GCDAയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു രീതിയിലുള്ള അനുമതിയും നിർമ്മാണത്തിന് ഇവിടെ നൽകിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ നിർമ്മിച്ചത് 2 സ്റ്റേജുകളാണ്. അതിൽ ഒന്ന് ഈ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ളത്, മറ്റൊന്ന് മ്യൂസിക് ബാൻഡിന് നിൽക്കാനുള്ള സ്ഥലം. ഇങ്ങനെ 2 സ്റ്റേജ് നിർമ്മിച്ചതിലും ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് ഇവർ പറയുന്ന അനുസരിച്ച് ISLന് എങ്ങനെയാണോ സ്റ്റേജിന്റെ അനുമതി കൊടുത്തിരിക്കുന്നത് അതേ അനുമതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ISLന് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേജിന്റെയോ മറ്റോ ആവശ്യങ്ങൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ തന്നെയാണ് ഇതിനും അനുമതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റേജ് നിർമ്മാണം അടക്കം അനുമതി ഇല്ലാതെയാണ് സ്റ്റേജ് നിർമ്മാണം അടക്കം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് ഫയർഫോഴ്സും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, 2.5 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ സ്റ്റേജാണ് ഈ പ്രധാനപ്പെട്ട, അതായത് മന്ത്രി അടക്കമുള്ളവർക്ക് ഇരിക്കുവാനായി നിർമ്മിച്ചിരുന്നത്. അതിൽ 2 ലെയർ കസേരയാണ് ഇട്ടിരുന്നത്. പിന്നീട് ഒരു വളരെ ചെറിയ ഇഞ്ചുകൾ മാത്രം വീതിയിലുള്ള സ്ഥലത്തുകൂടിയാണ് ഈ ഉമാ തോമസ് MLA നടന്നു നീങ്ങിയത്. അതായത് നേരെ നടക്കാൻ പോലും കഴിയില്ല, അത് ചെരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്കാണ് നടന്നു നീങ്ങിയത്. അവിടെ നിന്നാണ് കാൽ വഴുതി താഴേക്ക് വീണത്. അതായത് FIR-ൽ പറയുന്നത് 13 അടി എന്നാണ്. പക്ഷേ 12.0 അങ്ങനെ ആ ഒരു കണക്കാണ് ഇന്നലെ. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഒരു നർത്തകി നമുക്കൊപ്പം ചേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന കലാകാരിയാണ്. നമസ്കാരം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പേര് ചോദിക്കാൻ കഴിയാത്തത്. നമസ്കാരം. എന്താ സംഭവിച്ചത്? ഇന്നലെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാനും വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പരിപാടിയിൽ പങ്കെടുത്തില്ല. പിന്നെ ഞാൻ വേറൊരു പരിപാടിയിൽ ബിസി ആയതുകൊണ്ട് വൈകുന്നേരം ആണ് ഇത് കാണുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ സംഘാടകർ ക്ഷണിച്ചിരുന്നോ? സംഘാടകർ നമ്മളെ നേരിട്ട് ക്ഷണിക്കുകയല്ല, ഡാൻസേഴ്സിനെ നേരിട്ട് ബന്ധപ്പെടുകയല്ല ചെയ്തത്. അവർ ഡാൻസ് ടീച്ചേഴ്സ് വഴിയാണ് കുട്ടികളെ സംഘടിപ്പിച്ചത്. അപ്പോ ഡാൻസ് ടീച്ചേഴ്സിന് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അറിയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ പറയരുതല്ലോ. അതുപോലെ തന്നെ ഡാൻസ് ടീച്ചേഴ്സിന് പക്ഷേ 100 കുട്ടികളെ കൂടുതൽ രജിസ്റ്റർ ചെയ്ത ഡാൻസ് ടീച്ചേഴ്സിന് ഗോൾഡ് കോയിൻ ആൻഡ് എന്തോ ഒരു പ്രസന്റേഷൻ സ്റ്റേജിൽ കൊടുക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ ഉമാ തോമസ് കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്നാൽ കൂടുതൽ സമ്മാനം കിട്ടും അങ്ങനെയല്ല. 100 എന്റെ അറിവ് വെച്ചിട്ട് 100% കുട്ടികളെ രജിസ്റ്റർ ചെയ്ത ഡാൻസ് ടീച്ചേഴ്സ് സ്റ്റേജിൽ ഒരു ഗോൾഡ് കോയിൻ ആൻഡ് ഒരു ഫെലോഷിപ്പ് എന്തോ ഒരു ഗിഫ്റ്റ് പ്ലാക്ക് വല്ലായിരിക്കും കൊടുക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ എന്റെ അറിവ്. പക്ഷേ അവിടെ ഇത്രയും വിശാലമായ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ആ സംഘാടനത്തിൽ എനിക്കറിയില്ല, ഞാൻ ഇന്നലെ അവിടെ പോയിട്ടില്ല. അപ്പൊ ഇതെല്ലാരും പോയി ചെയ്യുന്നത് കൊണ്ട് എന്റെ ഒരു ആഗ്രഹത്തിന് ഞാനത് ലൈവായിട്ട് അവര് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഫുൾ പ്രോഗ്രാം ഞാൻ യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ലാതെ അവർ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പെട്ടെന്ന് ഞാൻ TV വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു, അതായത് ഉമാ തോമസ് വീഴുകയും അവരെ എടുത്തുകൊണ്ട് പോകുന്ന എല്ലാം ഞാൻ TV-യിൽ കാണുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വളരെ ഷോക്കായി പോയി. കാരണം ഒരാള് ഇവര് നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ഒരു പോസ് പോലും കൊടുക്കാതെ ഇവർ ആ റെക്കോർഡിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതൊരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ തന്നെ മെനക്കെട്ടത്. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടുകയേ ചെയ്യില്ലായിരുന്നു. ഉമാ തോമസ് അത് തുടർന്നത് ശരിയായില്ല എന്നതാണ് ഒരു കലാകാരി എന്ന നിലയിൽ തോന്നിയത്. ശരിയായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പ്രോഗ്രാം ഡാൻസ് കഴിഞ്ഞിട്ടാണ് അവർ വീണതെന്നാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നടക്കുന്നതിന് മുമ്പാണ് അവർ വീണത്. അവർ വീണ് കഴിഞ്ഞിട്ട് അത് സ്റ്റേജിൽ ഒന്ന് അനൗൺസ് ചെയ്തില്ല. അത് പോയിക്കോട്ടെ, അത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല.
പക്ഷെ അവര് എത്രയും വേഗം ഇത് ആരെങ്കിലും നിർത്തുന്നതിന് മുമ്പ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത്. അതൊരു വളരെ മോശമായിട്ടൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സ്റ്റേജിൽ മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ കലാകാരി പറഞ്ഞതനുസരിച്ച് അവരവിടെ പങ്കെടുക്കേണ്ടിയിരുന്നു. പക്ഷേ പ്രശ്നം അതല്ല, GCDയുടെ അനുമതി ഇല്ല ഈ സ്റ്റേജിന് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ സംഘാടകർ മറുപടി പറയേണ്ടി വരും. ആ സ്റ്റേജിന് GCDയുടെ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയം പരിപാലിക്കുന്ന എഞ്ചിനീയർമാരുടെ അനുമതി ഇല്ലാതെയാണ് ഈ സ്റ്റേജുകളെല്ലാം കിട്ടിയത്. ആദ്യം കിട്ടിയത് പെർഫോമൻസ് ചെയ്യാനുള്ളൊരു സ്റ്റേജ്, അതിൻ്റെ തൊട്ട് താഴെയാണ് ഗാലറി. ഇത് രണ്ടും എഞ്ചിനീയർമാരുടെ അനുവാദമില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സംഘാടകർ കുരുങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. ഉമാ തോമസിൻ്റെ കാലിടറി വീഴാനിടയാവുന്ന രീതിയിൽ, അപകടകരമായ രീതിയിൽ ആ സ്റ്റേജ് നിർമ്മിച്ചതിന് സംഘാടകർ തീർച്ചയായിട്ടും മറുപടി പറയണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ,